നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താ വേള തുടങ്ങുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. എറണാകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന് പരാതി. കസബ സിഐ അകാരണമായി മർദ്ദിച്ചെന്ന് കാക്കനാട് സ്വദേശി റിനീഷ്. പരാതി അടിസ്ഥാനരഹിതമെന്ന് സിഐ. മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിലെ ശിക്ഷാവിധിക്കെതിരെ നിയമ നടപടിക്ക് രാഹുൽ ഗാന്ധി. സൂറത്ത് സെഷൻസ് കോടതിയിൽ നാളെ അപ്പീൽ നൽകും. നേരിട്ട് കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം. വേളാങ്കണ്ണി തീർത്ഥാടക സംഘത്തിന്റെ ബസ് മറിഞ്ഞ് 2 മരണം. അപകടത്തിൽപ്പെട്ടത് തൃശൂർ ഒല്ലൂരിൽ നിന്ന് പോയ സംഘം. ഡ്രൈവർ ഉറങ്ങിയതാകാം കാരണമെന്ന് പ്രാഥമിക നിഗമനം. വയനാട്ടിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തലപ്പുഴയിൽ. മാനന്തവാടിയിലും കരിങ്കൊടി പ്രതിഷേധം. 2 യൂത്ത് ലീഗ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. കർണാടകയിൽ പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ നടുറോഡിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തി. സംഭവം രാമനഗര ജില്ലയിലെ സാത്തന്നൂരിൽ. കൊലയ്ക്ക് പിന്നിൽ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകൻ അടക്കമുള്ളവർക്കെതിരെ കേസ്. ഓശാന ഞായർ ആചരിച്ച ക്രൈസ്തവ വിശ്വാസികൾ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക ചടങ്ങുകൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദക്ഷിണവും. വിശ്വാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യ സമൂഹത്തിന്റെ ഐക്യമെന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി.